നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കർണാടകയിലെ അഗോളയിലുണ്ടായ മണ്ണിടിച്ചിലിൽ മലയാളിയായ ലോറി ഡ്രൈവർ അർജുൻ കുടുങ്ങിയ സംഭവത്തിൽ പ്രതികരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. രക്ഷാപ്രവർത്തനത്തിന് ദുരന്ത നിവാരണ സേനയെ എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല എന്ന് മനസ്സിലാകുന്നില്ല എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നമുക്ക് ദുരന്ത നിവാരണ സേന ഉണ്ട്. അത് വെള്ളപ്പൊക്കമോ കടൽക്ഷോഭമോ വരുമ്പോൾ മാത്രം പ്രവർത്തിക്കേണ്ടവയല്ല. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ കൊണ്ടുവരാൻ സാധിക്കണം. ഇത് എന്തുകൊണ്ട് നടന്നില്ല എന്ന് മനസ്സിലാകുന്നില്ല. അത് അന്വേഷിക്കണം. ഇക്കാര്യത്തിൽ കേരള സർക്കാരിനെ തീർത്തും കുറ്റം പറയാനും കഴിയില്ല. കാരണം അത് നമ്മുടെ പരിധിയിലല്ല. അവർ അതിനുവേണ്ടി ശ്രമിക്കുന്ന ആർജവമാണ് പ്രധാനം. ആ ആർജവം കാട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് നടക്കേണ്ടതാണ്. എന്നിട്ടും എന്തുകൊണ്ട് നടന്നിട്ടില്ല എന്നത് വിലയിരുത്താൻ ഉണ്ടാകണം എന്നും സുരേഷ് ഗോപി പറഞ്ഞു. മണ്ണിടിച്ചിലിൽ കുടുങ്ങി എന്ന് സംശയിക്കുന്ന കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറി മണ്ണിനടിയിലെന്ന് തന്നെയാണ് സൂചന. ലോറിയിൽ നിന്ന് GPS സിഗ്നൽ അവസാനമായി ലഭിച്ചത് മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്ത് നിന്ന് തന്നെയാണ്. ഇത് കൃത്യമായി അറിയാൻ വേണ്ടി വലിയ റഡാറുകൾ ഉപയോഗിച്ച് അത് തിരിച്ചറിയും. 100 മീറ്റർ അകലെയുള്ള മെഷീനെ പോലും കണ്ടെത്താനുള്ള ശേഷിയാണ് ഈ റഡാറുകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ മണ്ണിനടിയിൽ എവിടെയാണോ ലോറി ഉള്ളത് അത് തിരിച്ചറിയാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അർജുനെ കാണാനില്ല എന്ന് ബന്ധുക്കൾ രക്ഷാപ്രവർത്തകരെ അറിയിച്ചിരുന്നു. കൃത്യസമയത്ത് തന്നെ മണ്ണിടിച്ചിൽ ഉണ്ടായ 3-ാം ദിവസവും തിരച്ചിൽ തുടരുകയാണ്. ഇതിപ്പോൾ 4-ാം ദിവസം എത്തിയിരിക്കുന്നു. മലയാളിയായിട്ടുള്ള സന്നദ്ധ പ്രവർത്തകൻ കൂടിയായിട്ടുള്ള രഞ്ജിത്ത് ഇസ്രായേൽ അടക്കമുള്ളവർ അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടുകൂടിയാണ് അദ്ദേഹം തിരിച്ചിരിക്കുന്നത്. അദ്ദേഹം വലിയ പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. കാരണം വലിയ പാറക്കല്ലുകൾ ഇല്ല, മണ്ണാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പാറക്കല്ലുകൾ വന്ന് ഇടിച്ചിട്ടില്ല. അത് ഒരു ചെറിയ ആശ്വാസം പകരുന്നതാണ്. അദ്ദേഹം ഈ അർജുൻ പാനിക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അർജുൻ ഭയന്ന് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ലോറിക്കകത്തുള്ള ഓക്സിജൻ അത് തന്നെ ധാരാളമായിട്ടുണ്ടായിരിക്കും. അത് അദ്ദേഹത്തിന് ഇനി കുറച്ച് മണിക്കൂറുകൾ കൂടി അല്ലെങ്കിൽ ദിവസങ്ങൾ കൂടി പിന്നിടാൻ അത് മതിയാകും. എന്തായാലും റഡാറുകൾ, വലിയ റഡാറുകൾ കൊണ്ടുവന്നാൽ തന്നെയാണ് കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഇന്ത്യൻ നേവിയെ വിളിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ നേവി വരണം. അവർക്കാണ് കുറച്ചുകൂടി, അവരുടെ എക്യുപ്മെന്റ്സ് ഉണ്ട്. കാരണം മണ്ണിടിച്ച് ഇടിയാനുള്ള സാധ്യത വീണ്ടുമുണ്ട്. പൂർണ്ണമായി മണ്ണ് മാറ്റിക്കൊണ്ട് ലോറിയെ കണ്ടെത്തുക അത് വലിയ ശ്രമകരമാണ്. കൃത്യമായി ലോറി എവിടെയാണോ അത് മനസ്സിലാക്കിയതിനു ശേഷം അതിലേക്ക് തുരങ്കം നിർമ്മിച്ച് അർജുനെ കണ്ടെത്തുക, അതായിരിക്കും ഏറ്റവും വലിയ കാര്യമെന്നാണ് നമ്മുടെ രഞ്ജിത്ത് ഇസ്രായേൽ അദ്ദേഹം പറയുന്നത്. അദ്ദേഹം വലിയ ശുഭപ്രതീക്ഷയിലാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അദ്ദേഹം ഇന്ന് ഉച്ചയോടുകൂടി അദ്ദേഹം അവിടെ എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹത്തിന് കൈമാറാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കുടുംബം ഒന്നടങ്കം അദ്ദേഹത്തിന് വേണ്ടി, അർജുന് വേണ്ടി കാത്തിരിക്കുകയാണ്. തിരിച്ചു വരുമെന്ന പ്രതീക്ഷ തന്നെയാണ് കുടുംബത്തിനുള്ളത്. ഇനിയും വൈകാൻ പാടില്ല, ഇനിയും വൈകിക്കൂടാ. ഇനി വൈകിയാൽ ഒരു മനുഷ്യൻ എത്രത്തോളം ദിവസം അതിനകത്ത് ഭക്ഷണവും വെള്ളവും വായുവും ഒന്നും ഇല്ലാതെ മണ്ണിനടിയിൽ കിടക്കാൻ സാധിക്കുമെന്നാണ് അവർ ചോദിക്കുന്നത്. അവരുടെ ചോദ്യം ന്യായമായിട്ടുള്ളതാണ്. എന്തായാലും അർജുൻ തിരികെ ഈ വീട്ടിലേക്ക് കടന്നു വരും, സന്തോഷത്തോടു കൂടി കടന്നു വരും എന്ന ഒരു ആഗ്രഹവും ആശ്വാസവും ഒക്കെ തന്നെയാണ് മലയാളികൾ ഒന്നടങ്കം ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. മലയാളികൾ ഒന്നടങ്കം അർജുന്റെ തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ നടക്കുന്നു. നേവിയെ എത്തിക്കണമെന്ന ആവശ്യവും ഉയരുകയാണ്.